ഒരു നല്ല ബന്ധത്തിന്റെ ഓർമ്മയിൽ UK മലയാളിയായ സംരംഭകൻ തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ ഓർമ്മയിൽ നാട്ടിൽ നിസ്സഹായരായ അനേകം അമ്മമാർക്ക് വേണ്ടി ഒരു തണൽ ഒരുക്കിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ജനുവരി 6-ന് ഓർമ്മയായ അമ്മ ഏലിക്കുട്ടി തോമസിന്റെ നിത്യസ്മരണയ്ക്കായാണ് UKയിലെ മുൻനിര സംരംഭകനായ അലൈഡ് ഗ്രൂപ്പ് സാരഥികളിൽ ഒരാളായ ജോയ് തോമസ് ഇത്തരമൊരു ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നത്. നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്, ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം എന്ന ബൈബിൾ വാക്യം തന്നെ ഓർത്തെടുത്ത് ശിലാഫലകത്തിൽ ചേർത്ത് പിതാവിന്റെ പേരിലാണ് ജോയ് തോമസ് സ്മാരക മന്ദിരം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏക സഹോദരൻ റോബിൻ തോമസും ഈ സത്കർമ്മത്തിൽ പങ്കാളിയാണ്. പാലാ രാമപുരം വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് ദയാഭവനിലാണ് 6 ഹോസ്പിറ്റൽ ബെഡ് ചേർന്ന വലിയ ഹാളും ജീവനക്കാർക്കുള്ള വിശ്രമമുറിയും സ്റ്റോർ റൂമും ചേർന്ന 1000 സ്ക്വയർ ഫീറ്റ് മന്ദിരം പൂർത്തിയായത്. തുടക്കത്തിൽ മറ്റേതെങ്കിലും കാര്യത്തിനായി ഒരു തുക സംഭാവന നൽകാനാണ് ജോയ് ആലോചിച്ചതെങ്കിലും പെടുന്നനെ തന്റെ പ്രായമുള്ള അമ്മമാരിൽ ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ ഒരു കൈത്തിരി വെട്ടമാകാൻ ലഭിക്കുന്ന അവസരം എന്തുണ്ട് എന്ന ചിന്തയിലാണ് ദയാഭവനിലെ കന്യാസ്ത്രീകൾ തങ്ങൾ നേരിടുന്ന സ്ഥലപരിമിതി ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതോടെ എന്തുകൊണ്ട് എന്നാൽ ഇങ്ങനെയൊരു സൗകര്യം ചെയ്തു കൊടുത്തുകൂടാ എന്ന ചിന്തയിൽ എത്തുകയായിരുന്നു. അപ്പോഴാണ് ജോയിയുടെ സുഹൃത്തും മുൻ UK മലയാളിയുമായ മനോജ് ചെങ്കല്ലേലും ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഇപ്പോൾ രാമപുരം പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. ഈ പ്രൊജക്ടിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മേൽക്കൈ എടുത്ത് നിർവഹിച്ചതും മനോജാണ്. UKയിലെ ബേസിംഗ് സ്റ്റോക്കിലായിരുന്നു മനോജ് ആദ്യം ഉണ്ടായിരുന്നത്. തുടർന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും പഠന ആവശ്യത്തിനായി മക്കളും ഭാര്യയും UKയിലുണ്ട്. നാട്ടിൽ ആരും സംരക്ഷിക്കാനില്ലാത്ത വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടുന്നതിനാൽ ദയാഭവനിൽ ഒരു ബെഡ് ലഭിക്കുമോ എന്നറിയാനെത്തുന്ന അന്വേഷകരുടെ എണ്ണം പരിധിയില്ലാത്തതാണ് എന്ന പരിവേദനയാണ് ദയാഭവൻ നടത്തിപ്പിൽ ചുമതലയുള്ള ലിപ്സ മദർ സുപ്പീരിയർ തെരേസ കോയിപ്പുറം എന്നിവർ പറയുന്നത്. വൃദ്ധജന സംരക്ഷണത്തിൽ കേരളത്തിൽ നേരിടുന്ന പ്രതിസന്ധി കൂടിയാണ് ഇവരുടെ വാക്കുകളിൽ നിറയുന്നത്. ഈ സാഹചര്യത്തിൽ ജോയിയെ പോലെ ചിന്തിക്കുന്ന അനേകം സുമനസ്സുകളുടെ കൈത്താങ്ങാണ് ഇപ്പോൾ നാടിനാവശ്യം. ഇക്കാര്യം തന്നെയാണ് ചടങ്ങിൽ നിറസാന്നിധ്യമായ UK സീറോ മലബാർ ബിഷപ്പും നാട്ടുകാരനുമായ മാർ ജോസഫ് സ്രാമ്പിക്കൽ, മന്ത്രി റോഷി അഗസ്റ്റിൻ, MPമാരായ ജോസ് കെ മാണി, തോമസ് ചാഴികാടൻ, മാണി സി കാപ്പൻ MLA എന്നിവർ പറഞ്ഞത്. പിറന്ന നാടിനെ കൈവിട്ട് കളയാത്ത പ്രവാസികൾ ഓരോ നാടിന്റെയും ഭാഗ്യം കൂടിയാണെന്നും അതിഥികൾ ചടങ്ങിൽ വ്യക്തമാക്കി. ഏറത്തു കുടുംബം നടത്തുന്ന പുണ്യം നിറഞ്ഞ ഈ പ്രവൃത്തി എന്നും രാമപുരം നിവാസികളുടെ മനസ്സിൽ നിറപ്പകിട്ടോടെ ഉണ്ടാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഇന്ത്യൻ കരസേനയിൽ ജോയിന്റ് കമാൻഡർ ഓഫീസറായി വിരമിച്ച തോമസ് തന്റെ ഭാര്യയുടെ പേരിൽ ഇത്തരമൊരു സംരംഭം നാട്ടിൽ യാഥാർത്ഥ്യമാകുന്നതിന് സാക്ഷിയാകാൻ ഭാഗ്യം ചെയ്തതും മക്കൾ ചെയ്യുന്ന പുണ്യത്തിന്റെ ഫലം കൂടിയാണെന്നും ചടങ്ങിൽ പങ്കെടുത്തവർ സൂചിപ്പിച്ചു. 1973 മുതൽ രാമപുരത്തെ സെന്റ് ജോസഫ് ദയാഭവൻ ഫോർ വുമൺ എന്ന അഗതി മന്ദിരം ജാതിമത വ്യത്യാസമില്ലാതെ ആരുടെയും ആശ്രയ കേന്ദ്രവും കൂടിയാണ്. മന്ദിര സമർപ്പണ ചടങ്ങ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി സന്തോഷ് കിഴക്കേക്കര ചടങ്ങിൽ അധ്യക്ഷയായി.